എൻ്റെ അമ്മയ്ക്ക് അടിപൊളി ടി വി കൊടുക്കുക. മരുന്നും മന്ത്രവും ഒക്കെ ആയിട്ടിരിക്കുക. ഒരുപാട് പേരെ വിളിച്ചിട്ട് ആരും ഫോൺ എടുത്തില്ല. ടി വി ഞാനിനി എങ്ങനെ കൊടുക്കും? അപ്പൊ നിങ്ങൾക്കൊന്നും ആ ഒരു ഭാഗ്യമില്ല. ആ ഭാഗ്യം ഈ അമ്മയ്ക്കാ ഉള്ളത്. എന്റെ കയ്യിൽ നിൽക്കുവോ? ഇഷ്ടപ്പെട്ടോ? വളരെ സന്തോഷമായോ? മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് ഇത് വെച്ചോ ഇരിക്കട്ടെ. എൻ്റെ അമ്മയോ അല്ലേ? അശ്വതിയുടെ നമ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അശ്വതി ഞാൻ പലവട്ടം കടന്ന് വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. നിങ്ങൾ ഈ കാണുന്ന ഇത്രയും പേരെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, ഇവരാരും ഫോൺ എടുത്തിട്ടില്ല. ചിരിച്ചേ. അയ്യോ എനിക്ക് സന്തോഷമായി. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാണ് നമ്മൾ ടി വി കൊടുത്തിരിക്കുന്നത് കേട്ടാ. ഇനി എന്തായാലും ചായ കുടിച്ചിട്ട് ഞാൻ പോയിക്കോളാം. SS ഫർണിച്ചർ കുന്നിക്കോട് പറഞ്ഞിട്ടുള്ള സമ്മാനമായിരുന്നു അല്ലേക്കാ? അപ്പൊ ഞാൻ കൊണ്ടുപോയിട്ടൊക്കെയാ. ഓക്കെ ശരി. നമ്മുടെ ടി വി കൊടുക്കാൻ വേണ്ടി തുടങ്ങി. എൻ്റെ കയ്യിൽ ഇന്നൊരു ടി വി ഇരിപ്പുണ്ട്. ഇന്നത്തെ ഒരു രസമാണ് നിങ്ങൾക്ക് പറയുന്നത്. നമ്മുടെ കമന്റ് ചെയ്തവരിൽ നിന്നും ഒരു കുറേ ലിസ്റ്റിൽ ഞാൻ കുറേ ആൾക്കാരെ ഞാൻ വിളിച്ചു നോക്കി. ഞാൻ ഒരുപാട് പേരെ ഫോണിൽ വിളിച്ചു, ആരും ഫോൺ എടുത്തില്ല. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ടി വി ഇന്ന് ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ചായ കുടിക്കാൻ വന്നിട്ടുള്ളൊരു കടയാണ്. അപ്പോൾ ഞാനിങ്ങനെ അമ്മയുടെ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അമ്മ പറഞ്ഞു അമ്മയ്ക്ക് എന്തോ വയ്യാഴികയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. വയ്യാഴിക ഉണ്ടായിരുന്നോ? മരുന്നും മന്ത്രവും ഒക്കെ ആയിട്ടിരിക്കുക. ആ മരുന്നും ഏതാണ്ട് പണിക്കൊക്കെ വീട്ടുകാരന് ഇനി ഏതാണ്ട് പണിക്കൊക്കെയാണെന്ന് പറഞ്ഞ് അമ്മ എന്തൊക്കെ ചോദിച്ചേ. എനിക്കൊരു സമ്മാനം പോലും തരാതെ പോയെന്നല്ലേ? ഒന്നും തന്നില്ലല്ലേ? അമ്മയ്ക്ക് അന്ന് ഞാൻ എന്തോ തന്നിട്ടാ പോയത്. അമ്മ പോലും അറിഞ്ഞില്ല ഞാൻ യൂട്യൂബറാണെന്നേ. അപ്പൊ ഞാൻ ഇന്ന് ഒരുപാട് പേരെ വിളിച്ചു. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ വിളിച്ചിട്ട് ആരും ഫോൺ എടുത്തില്ല. അപ്പൊ നിങ്ങൾക്കൊന്നും ആ ഒരു ഭാഗ്യമില്ല. ആ ഭാഗ്യം ഈ അമ്മയ്ക്കാണ് ഉള്ളത്. ഞാനിപ്പോൾ അമ്മയ്ക്ക് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവാണ്. ആ സമ്മാനം അമ്മ കാണുക, ഇവിടെ ഇരിക്കണം. ഓക്കെ, ഇപ്പോൾ വരാം. ചായ ഇവിടെ ഇരിക്കുന്നേ. ചായ കുടിപ്പനെ ആറുവിടെ ഈച്ച വീഴുവത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒന്ന് കറക്റ്റ് പറഞ്ഞേ. മുതുപില്ലക്കാട് പൈപ്പ് മുക്ക്. ഏത് ജില്ല? ഏത്? പോരുവഴി പഞ്ചായത്ത്. പോരുവഴി പഞ്ചായത്ത്. ജില്ല വരുന്നത് കൊല്ലം ജില്ലയിൽ. ആലപ്പുഴ ജില്ലയാണോ? എനിക്ക് അതൊന്നും അറിയത്തില്ല. ഞാനിപ്പോൾ വരുന്ന കൂട്ടത്തിൽ സത്യം പറഞ്ഞാൽ വണ്ടി ചവിട്ടി, അവിടെ വണ്ടി എന്നെ കൊണ്ടങ്ങ് ചവിട്ടിപ്പിച്ചതാ. ഈ അമ്മയുടെ കട ഇവിടെ ഉള്ള കാര്യമൊന്നും ഓർമ്മയില്ല. പിന്നീട് ശ്രദ്ധിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അയ്യോ ഞാൻ അന്ന് ഇവിടെ വന്ന് വീഡിയോ ചെയ്ത ഒരു പഴയ കടയാണല്ലോ എന്ന്. അപ്പോൾ ഞാൻ അമ്മയുടെ വന്ന് ചോദിച്ച്, അമ്മയ്ക്ക് ടി വി ഉണ്ടോ? അമ്മ പറഞ്ഞു ടി വി ഇല്ല. ഫ്രിഡ്ജ് ഉണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടാണ്, അച്ഛന് ആൻജിയോഗ്രാം ചെയ്ത് മരുന്ന് കഴിക്കണം. അപ്പോൾ അമ്മ എന്നെ പെട്ടെന്ന് ഓർമ്മ വന്നു തന്നെ. ഓക്കെ, ഞാൻ വരുക. എൻ്റെ അമ്മയ്ക്ക് അടിപൊളി ടി വി കൊടുക്കുക. ദേ പുത്തൻ പുതിയ, പറഞ്ഞതുമല്ല എനിക്ക് ഇതും കൊണ്ട് വന്നേ. പുത്തൻ പുതിയ, ഇത് അമ്മയ്ക്ക് വേണ്ടി അല്ല കൊണ്ടുവന്ന്, സത്യം പറഞ്ഞ പുത്തൻ പുതിയ LED TV ആണേ. ഇതിങ്ങോട്ടൊന്ന് വന്ന് വാങ്ങിച്ചേ. എൻ്റെ കയ്യിൽ നിൽക്കുവോ? ഇഷ്ടപ്പെട്ടോ? വളരെ സന്തോഷമായോ? അമ്മ ഞാൻ വന്ന ഓർമ്മ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. ഇപ്പൊ എത്ര വർഷം അറിയാവുന്നല്ലേ പറഞ്ഞോളൂ. ആളാരാ? എത്ര വർഷമായി കാണും? അതൊന്നും അമ്മയ്ക്ക് അറിയാം. അപ്പൊ ഇനി അമ്മയ്ക്ക് നല്ല ചിത്രമൊക്കെ കാണല്ലോ ഇതിനകത്ത്. അപ്പൊ ഇന്ന് തന്നെ സെറ്റ് ചെയ്തോ. ദേ ഇവിടെ പൊട്ടിച്ചാൽ മതി. ഈ ഒരു കച്ചവടം എന്ന് പറയുന്നതേ രാവിലെ മുതൽ തുടങ്ങുന്നതാണ്. നന്നായിട്ട് കഷ്ടപ്പെടുന്നതാണ് ഈ അമ്മ. വിറകടുപ്പിൽ ചായ, നല്ല ഉഗ്രം ചായ കുടിക്കാം. അതുപോലെ ദേ നാടൻ പഴങ്ങളാണ് ഈ കാണുന്നത്. കമൻറ്റ് ചെയ്തവരൊക്കെ കുറേ പേരെ വിളിച്ചു, ആരും ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കാതെ വന്ന് ഞാൻ അങ്ങോട്ടൊന്ന് ചവിട്ടിക്കാന്നും പറഞ്ഞ് വണ്ടി നിർത്തിക്കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ ഈ കട ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഭാഗ്യം എന്ന് പറയുന്നത് അമ്മയ്ക്കാണ്. അടുത്ത ദിവസങ്ങളിൽ ഭാഗ്യം നിങ്ങൾക്കാണ്. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് വെച്ചോ. ഫോളോ ചെയ്ത് വെച്ചോ. അടുത്ത ദിവസം ദേ ഗീവ് അവേ തരുന്നുണ്ട്. റിമോട്ട് കാര്യങ്ങളൊക്കെ ദേ ഇതിനകത്ത് ഇരിപ്പുണ്ട്. കണ്ടാ, വാറണ്ടി കാർഡും ഇതിനകത്തുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ കമ്പനി എല്ലായിടത്തും ഉള്ളതാണ്. അത് രജിസ്റ്റർ ചെയ്തിട്ട് വാറണ്ടി കിട്ടും കേട്ടോ. അടിപൊളി ഒരു LED TV ആണേ. തകർത്ത്. ഒന്ന് ചിരിച്ചേ. അയ്യോ എനിക്ക് സന്തോഷമായി. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാണ് നമ്മൾ ടി വി കൊടുത്തിരിക്കുന്നത് കേട്ടാ. ഇനി എന്തായാലും ചായ കുടിച്ചിട്ട് ഞാൻ പോയിക്കോളാം. ചായയുടെ കാശും തരാം. എന്തായാലും എന്തൊക്കെ പറഞ്ഞ കാര്യമായി. ടി വി ഒന്നും ഇല്ലെന്ന്. അച്ഛന് വയ്യാതിരിക്കുകയാണ്. സത്യമാണോ? അച്ഛന് വയ്യാതിരിക്കുകയാണോ? 7 വർഷമായി പത്മാവതിയിലായിരുന്നു. ചെയ്തോണ്ടിരിക്കുന്നല്ലേ? അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ടല്ലേ? അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതെ. എന്നാലും എന്തോ അമ്മനെ 10 പൈസ വേണ്ടായോ? അതെ, മരുന്ന് മേടിക്കണമെങ്കിൽ 10,700 രൂപ കൂടെ. 700 അല്ല, അതിൽ കൂടുതലാവും. അച്ഛന് ഒരു ടി വി കൊടുത്തേട്ടോ. നമ്മുടെ ടി വി കേടായി. ടിവിയും തന്ന അമ്മയ്ക്ക് ഞാൻ ചെറിയ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് ഇത് വെച്ചോ ഇരിക്കട്ടെ. എൻ്റെ അമ്മയോ അല്ലേ? ഇരിക്കട്ടെ. അപ്പൊ വൃത്തിയായിട്ട് പൊടിയൊക്കെ തൂത്ത് വൃത്തിയായിട്ട് ഉപയോഗിക്കണം കേട്ടോ. നീ എന്നാ കാണുന്നേ? ഇനി കാണാം. ദൈവം സഹായിച്ചാൽ നമുക്ക് ഇനി ഉടനെ കാണാം. ഞാൻ ഇനി കറങ്ങി വരുമ്പോ കേറാം കേട്ടോ. എങ്ങാണ്ടൊക്കെ നിർത്തണ്ട. ഇവിടെ വന്നപ്പോ അങ്ങനെ അതാ മോനെ.
മോൻ അന്ന് ചുമ്മാതെ എടുത്തൊരു വീഡിയോ കേട്ടോ. അന്ന് ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ എടുത്തയാ. ഇന്നും ചുമ്മാതെ അറിയാതെ കയറി വന്നയാ. അതല്ലയോ ഗൾഫിലും പട്ടാളത്തിലും ഒക്കെ എല്ലാരും പറഞ്ഞു അല്ലേ? അങ്ങനെ കൊച്ചനും ദക്ഷിണാഫ്രിക്കയിലും അവിടെ ദക്ഷിണാഫ്രിക്ക എന്നൊക്കെ വിളിച്ചു. കാരണം സനീസ്മിയുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടേ. എന്നാ മൈക്ക് എടുത്തോട്ടെ, പോയിട്ട് വരട്ടെ. ഇതെന്നാ ഇതിനകത്തൊക്കെ വന്ന് കാണുന്നത്? അടുത്ത ദിവസം വരും കേട്ടോ. ചേട്ടാ ഇതിനകത്ത് വാറണ്ടി കാർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. വാറണ്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഉള്ള എത്തി. ശരി, പോയിട്ട് വരാം. പോയിട്ട് വരാം കേട്ടോ.